ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചരിത്രപരമായ 4ാം തവണയും ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയും രംഗത്തുണ്ടായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് കൂട്ടുകെട്ടിൽ ചൈന വല്ലാത്ത അസ്വസ്ഥതയാണ് പുലർത്തുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുവാൻ ചൈന അക്ഷീണം പരിശ്രമിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലായ്പ്പോഴും കുളം കലക്കലുമായി ചൈന രംഗത്ത് വരാറുണ്ട്. എന്തുകൊണ്ട് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ഭയക്കണം? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപ്തി അത് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം എങ്ങനെ വളർന്നു? ചരിത്രപരമായ ബന്ധം എങ്ങനെയാണ്? അതിലേക്ക് വരുമ്പോൾ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലാണ് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ അടിത്തറ പാകുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇന്ത്യ നിർണായകമായ സൈനിക ഭൗതിക പിന്തുണ നൽകിയിരുന്നു. ഇതൊക്കെയാണെങ്കിലും സൈനിക ഭരണകൂടങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബന്ധം വഷളായി. 70കളുടെ മധ്യത്തിൽ അതിർത്തി തർക്കങ്ങളും കലാപവും മുതൽ ജലം പങ്കിടുന്നത് വരെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഉയർന്നു വന്നു. 96-ൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരികയും ഗംഗാജലം പങ്കിടുന്നത് സംബന്ധിച്ച ഉടമ്പടിയിലൂടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം എഴുതുകയും ചെയ്യുന്നതുവരെ അസ്ഥിരത ഏതാനും പതിറ്റാണ്ടുകളായി തുടർന്നിരുന്നു. അതിനുശേഷം ഇന്ത്യയും ബംഗ്ലാദേശും വ്യാപാരം, ഊർജ്ജം, അടിസ്ഥാന സൗകര്യം, കണക്ടിവിറ്റി, പ്രതിരോധം എന്നീ മേഖലകളിൽ സഹകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തിക സഹകരണം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ക്രമാനുഗതമായി വളർന്നിരുന്നു. ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ബംഗ്ലാദേശ് ഉയർന്നു. ഉഭയകക്ഷി വ്യാപാരം 2020-21 $10.8 ബില്യൺ നിന്നും 2021-22 $18 ബില്യൺ എത്തി. 2022-23 COVID-19 പാൻഡമിക്കും പകർച്ചവ്യാധിയും കാരണം ഇടിയുണ്ടായെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ. ഇന്ത്യൻ വിപണിയിൽ $2 ബില്യൺ കയറ്റുമതി. 2022-ൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും സംയുക്ത സാധ്യതാ പഠനവും പൂർത്തിയാക്കിയിരുന്നു. ഇന്ത്യയുമായി ഒരു സ്വതന്ത്ര വ്യാപാര ഉടമ്പടി പൂർത്തിയാക്കാനും അതേപോലെ തന്നെ ചൈന പിന്തുണയുള്ള പ്രാദേശിക സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം പിന്തുടരാനും ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. ഇന്ത്യയും ചൈനയും വേണമെന്ന ബംഗ്ലാദേശിന്റെ നിലപാടിനെ ചൈന വിപരീതമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് പോയിന്റ്. ബംഗ്ലാദേശിന്റെ ഇരട്ട സമീപനം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന ഒന്നാണ്. ഈ അടുത്ത് തന്നെ ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്കെതിരെ ചാരപ്പണി ചെയ്യാൻ ചൈന ബംഗ്ലാദേശിൽ അന്തർവാഹിനി താവളം ഒരുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശിലൂടെ ചൈന പലതും കണക്ക് കൂട്ടുന്നു എന്നതിന്റെ തെളിവാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബംഗ്ലാദേശിൽ ചൈന നിർമ്മിച്ച അന്തർവാഹിനി ബേസ് ചൈനയുടെ അന്തർവാഹിനി പരിപാലനത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള ഒരു ഡ്രൈ ഡോക്കിന്റെ വികസനമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ചൈന കണക്കുകൂട്ടുന്നത്. ബംഗ്ലാദേശിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമം ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ളതാണ്. ബംഗ്ലാദേശിലെ അന്തർവാഹിനി താവളത്തിന്റെ സഹായത്തോടെ ചൈനക്കാർക്ക് ഇന്ത്യൻ നാവികസേനയിൽ ചാരപ്പണി നടത്താം. അപ്പോ ബംഗ്ലാദേശിലൂടെ ചൈന കണക്ക് കൂട്ടുന്നത് ഇന്ത്യയിലേക്കുള്ള ഒരു നീക്കമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം തകർക്കാനും ചൈന അടവ് പയറ്റുന്നുണ്ട്. ഊർജ്ജ മേഖലയിൽ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 2000 മെഗാവാട്ട് വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നു. 2018 റഷ്യയും ബംഗ്ലാദേശും ഇന്ത്യയും ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ആണവ റിയാക്ടറായ രൂപാപൂർ ആണവ നിലയ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള സഹകരണ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധ സഹകരണത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും 4096.7 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അതിന്റെ അയൽക്കാരുമായി പങ്കിടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ കര അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അസം, പശ്ചിമ ബംഗാൾ, മിസോറാം, മേഘാലയ, ത്രിപുര എന്നിവ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ചൈന വരുമ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. ബംഗ്ലാദേശിലൂടെ ചൈന പലതും ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിന്റെ ആ ഒരു നിലപാട്, അതായത് ഇരു രാജ്യങ്ങളോടുമുള്ള ഒരു സമീപനം, ഒരേപോലെയുള്ള സമീപനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ആശങ്ക. അപ്പോ ചൈന ശ്രമിക്കുന്നതും ഇത് തന്നെയാണ്. ബംഗ്ലാദേശിലൂടെ ബംഗ്ലാദേശിനെ വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ ബംഗ്ലാദേശിലൂടെ കരുക്കൾ നീക്കി ഇന്ത്യക്കെതിരെ തിരിക്കാം, ഇന്ത്യയിൽ മറ്റ് പ്രവർത്തികൾ ചെയ്യാം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ചൈനയ്ക്കുള്ളത്. പക്ഷേ ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നത്.